ഒരു ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഉണ്ട്. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ആ ഡെഡ് ബോഡി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അന്ന് ശേഖരിച്ച തെളിവുമായി പാർക്ക് ഓഫീസിലെത്തി അതേപ്പറ്റി അന്വേഷിക്കുന്നതാണ്. മാത്രമല്ല, കൊലപാതകയാണെന്ന് സംശയിക്കുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് വിചാരണ ചെയ്യുന്നു. ശേഷം പാർക്കിന് ഒരു കോൾ വരികയാണ്. എന്തായിരുന്നു ആ കോളിലെന്ന് വെച്ചാൽ, പാർക്ക് ഡെഡ് ബോഡി കണ്ട അതേ സ്ഥലത്ത് തന്നെ വേറൊരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു. പാർക്ക് ഉടൻ തന്നെ ആ സ്പോട്ടിലേക്ക് എത്തുകയാണ്. സ്പോട്ടിലെത്തിയ ഉടനെ തന്നെ അവിടെ ഒരു ബൂട്ട് പ്രിന്റ് പാർക്ക് കാണുന്നു. ഉടനെ ആ അടയാളം പാർക്ക് ഒരു സ്റ്റിക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പാർക്ക് മാർക്ക് ചെയ്ത ആ സ്ഥലത്തേക്ക് ഒരു വണ്ടി വരുന്നത്. ആ വണ്ടി അതിലെ പാസ് ചെയ്തു കഴിഞ്ഞാൽ ആകെ കൂടി കിട്ടിയ തെളിവ് കൂടി നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ആ വണ്ടി ബൂട്ട് പ്രിന്റിന്റെ മേലെ കൂടെ കയറിയിറങ്ങി ആ തെളിവ് തന്നെ ഇല്ലാതാക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പാർക്കിന്റെ വീടാണ്. അവിടെ അവന്റെ ഗേൾഫ്രണ്ടിന് പാർക്കിനോട് ഒരു കാര്യം പറയുകയാണ്. ഈയിടെ കൊല്ലപ്പെട്ട ഷൂക്ക് എന്ന പെണ്ണിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടെത്തിയല്ലോ. അവളുടെ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിന്റെ ഓണറുടെ മകൻ ഒരു